എല്ലാ കുട്ടികൾക്കും സുവർസാറാണ്. നമ്മളിന്ന് 10ാം ക്ലാസ്സുകാർക്ക് വേണ്ടിയുള്ള അരിത്മെറ്റിക് സീക്വൻസിലെ ഓൺ എക്സാമിനുള്ള പ്രാക്ടീസ് ക്വസ്റ്റ്യൻസ് ആണ്. ഇതുകൊണ്ട് ഈ ക്വസ്റ്റ്യൻ നിങ്ങളൊന്ന് കണ്ടേര്, ഉറപ്പായിട്ടും നമ്മുടെ എക്സാമിൽ ചോദിച്ചിരിക്കും. ഏകദേശം നല്ല മാർക്കോടുകൂടി ആയിരിക്കും, വലിയ ബുദ്ധിമുട്ടില്ലാതെ ചെയ്തെടുക്കാൻ പറ്റുന്നതാണ്. ക്വസ്റ്റ്യൻ എല്ലാവരും ഒന്ന് വായിച്ചേര്. ദ ഓൾജിബ്രൈക് എക്സ്പ്രഷൻ ഓഫ് ആൻ അരിത്മെറ്റിക് സീക്വൻസ് ഈസ് 5n - 3. പിന്നെ പഠിത്തവും കാര്യങ്ങളൊന്നും കുഴപ്പമില്ലല്ലോ, അടിപൊളിയായിട്ട് പഠിക്കുന്നുണ്ടല്ലോ. നമ്മൾ ഓൺ എക്സാമിന് മാക്സിമം മാർക്ക് വാങ്ങണം. കാരണം പേരൻസൊക്കെ 10ാം ക്ലാസ്സിലോട്ട് കയറിയതിൻ്റെ ആ ത്രില്ല് നിൽക്കുക. നിങ്ങൾക്ക് ഇനി നല്ല മാർക്കോടുകൂടി ഓൺ എക്സാമിൻ്റെ മാർക്ക് ഇങ്ങോട്ട് കിട്ടുമ്പോൾ സന്തോഷിക്കാൻ നിങ്ങളാണത് വാങ്ങിച്ചു കൊടുക്കേണ്ടത്. വലിയ ബുദ്ധിമുട്ടില്ലാതെ ഓണത്തിന് പറ്റും. പക്ഷേ ക്രിസ്മസ് എക്സാം ആകുമ്പോൾ ഇത്തിരിയുടെ ബുദ്ധിമുട്ടും. കാരണം ചാപ്റ്റേഴ്സുകൾ കൂടും, ബുദ്ധിമുട്ടുള്ള ചാപ്റ്റേഴ്സുകൾ കയറുന്നത് കൊണ്ട് അത്ര എളുപ്പമല്ല. പക്ഷേ ഇതിന് നിങ്ങൾക്ക് മാക്സിമം മാർക്ക് വാങ്ങിച്ചു കൊടുക്കാം. അപ്പോൾ അടിപൊളിയായിട്ട് അങ്ങോട്ട് പഠിക്കണം. പിന്നെ നമ്മുടെ ക്ലാസ് ഉണ്ട്, ജോയിൻ ചെയ്യാം. നിങ്ങൾക്ക് നല്ല രീതിയിൽ കൂടെ മാത്സിനെ സിമ്പിളാക്കി എക്സാമിന് എത്താൻ പറ്റും. ബോർഡ് എക്സാം അല്ലെങ്കിൽ പബ്ലിക് എക്സാം ആകുമ്പോൾ ഏറ്റവും നിങ്ങൾക്ക് ഫുൾ മാർക്ക് എത്തിക്കുന്ന രീതിക്കുള്ള ക്ലാസ്സുകൾ, നോട്ട്സുകൾ, ഇക്വേഷൻ ബുക്കിലെറ്റ്, ക്വസ്റ്റ്യൻ പാക്കേജ് എല്ലാം തന്നായിരിക്കും പോകുന്നത്. അതിന് 1 ഇയറിന് ഇത്രമേ ഉള്ളൂ ടോട്ടൽ. ഓക്കെ, വേറെ ഒന്നുമേ ഇല്ല, ഇത്രയും മാത്രം. അപ്പോൾ ഇതിനാണ് നമ്മൾ ഒത്തിരി കുട്ടികൾ പഠിക്കുന്നുണ്ട്. നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. ക്ലാസ് എല്ലാം ഒന്ന് കണ്ടിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ തീരുമാനിക്കാം. ഓക്കെ, അപ്പോൾ നോക്കിക്കേ, ഓൾജിബ്രൈക് എക്സ്പ്രഷൻ ഈസ് ഗിവൻ ടു ബി 5n - 3. അങ്ങനെയാണെങ്കിൽ റൈറ്റ് ദ അരിത്മെറ്റിക് സീക്വൻസ്. നെക്സ്റ്റ്, വാട്ട് ഈസ് ദ പൊസിഷൻ ഓഫ് 122 ഇൻ ദ സീക്വൻസ്. നെക്സ്റ്റ്, ഫൈൻഡ് ദ സം ഓഫ് 25 ടൈംസ്. അപ്പോൾ നമുക്ക് ആദ്യം ഇങ്ങോട്ട് സ്റ്റാർട്ട് ചെയ്യാം. 5n - 3 ഇതിനെ നിങ്ങൾ എഴുതേണ്ടത് xn എന്നാണ് കേട്ടോ. ഓൾജിബ്രൈക് എക്സ്പ്രഷനെ നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത് xn. ഓക്കെ, അങ്ങനെയാണെങ്കിൽ റൈറ്റ് ദ അരിത്മെറ്റിക് സീക്വൻസ് എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ടൈം വേണം, സെക്കൻഡ് ടൈം വേണം, തേർഡ് ടൈം, മിനിമം ഒരു 3 ടേംസ് വേണം. ഞാൻ ചെയ്യാൻ പോവാണ്. x1 ചെയ്യാൻ പോവാണേ. x1 എന്ന് പറയുന്നത് ഈ എന്നിൻ്റെ പ്ലേസിൽ 1 കൊടുക്കണം. അപ്പോൾ 5n എന്നുള്ളത് 5 × 1 - 3. 5 × 1 5 - 3 ആൻസർ ഈസ് 2. അപ്പോൾ നമ്മുടെ അരിത്മെറ്റിക് സീക്വൻസിൻ്റെ ഫസ്റ്റ് ടൈം കിട്ടിയമാനെ 2. ഓക്കെ, ഇനി അടുത്തത് x2 ആണ് വേണ്ടത് അല്ലേ. x2 എന്ന് പറയുമ്പോൾ ഈ 1 കാണുന്നത് ഇപ്പോൾ എന്ത് കൊടുക്കണം? 2 മീൻസ് കാണാൻ ഇപ്പോൾ 1 അല്ലേ കൊടുത്തത്. 2 ആക്കുമ്പോൾ 5 × 2 - 3 ആൻസർ ഈസ് 10 - 3. ആൻസർ ആരെ കിട്ടി? 7. ഓക്കെ, അപ്പോൾ രണ്ടാമത്തെ ടൈം കിട്ടി 7. മൂന്നാമത്തെ ടൈം x3 വേണം. x3 വേണമെന്നുണ്ടെങ്കിൽ ഈ n കാണുന്നത് 3. അപ്പോൾ 5 × 3 - 2 ആൻസർ -3. അപ്പോൾ 15 - 3 ആൻസർ ആരാ? 12. മതി, കഴിഞ്ഞു. അപ്പോൾ നമ്മുടെ അരിത്മെറ്റിക് സീക്വൻസിൻ്റെ പരിപാടി കഴിഞ്ഞു. അപ്പോൾ എളുപ്പമായി 2, 7, 12. ഇനി നമുക്കൊരു എളുപ്പവഴി ഞാൻ പറയാം, ശ്രദ്ധിച്ചിരുന്നോണേ. എളുപ്പവഴിയാണേ. ഒരു അരിത്മെറ്റിക് സീക്വൻസിൻ്റെ ഓൾജിബ്രൈക് ഫോം തന്നാൽ ഫസ്റ്റ് ടൈം എഴുതാൻ നിങ്ങൾ എന്താ ചെയ്യണമെന്ന് നോക്കിയാണ്, ഈ എന്നിനെ കൂടെ തുടച്ച് കളയുക. അപ്പോൾ എത്ര കിട്ടും? 5 - 3 2 കിട്ടി. എന്നിട്ട് ഈ 2വിനോട് 5 കൂട്ടണം. എത്ര? 7. 7 × 5 കൂട്ടണം 12. ശരിയല്ലേ? നോക്കിക്കോ, കിട്ടിയത് 2, 7, 12. ഓക്കെ ആണോ? അപ്പോൾ നമുക്ക് അടുത്തതിലോട്ട് കയറാം. അപ്പോൾ നോക്കിക്കേ, അപ്പോൾ റൈറ്റ് ദ അരിത്മെറ്റിക് സീക്വൻസ് ആയി. നെക്സ്റ്റ്, വാട്ട് ഈസ് ദ പൊസിഷൻ ഓഫ് 122 ഇൻ ദി സീക്വൻസ് എന്ന് പറഞ്ഞാൽ 122 എത്രാമത്തെ ടൈം ആണെന്ന് ദൂരെങ്ങാണ്ട് കിടക്കുക. അവൻ എത്രാമതാടാ നീ നിൽക്കുന്നത്, അതാണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് 5n - 3 ഈസ് ഈക്വൽ ടു 122 എന്നങ്ങോട്ട് എഴുതണം. ഓക്കെ ആണല്ലോ. 5n - 3 ഈക്വൽ ടു 122. എന്നിട്ട് ഇവിടുന്ന് ഈ -3 അപ്പുറത്ത് ചെല്ലുമ്പോൾ 5n ഈക്വൽ ടു 122 + 3 ഓർ 5n ഈക്വൽ ടു 125 ഓർ n ഈക്വൽ ടു 125 ഡിവൈഡഡ് ബൈ 5 ആൻസർ 25. ഓക്കെ, അപ്പോൾ എന്താ മീനിങ്? 25ാമത്തെ ടേമാണ് 122. മനസ്സിലായല്ലോ. വാട്ട് ഈസ് ദ പൊസിഷൻ ഓഫ് 122 എന്ന് പറഞ്ഞാൽ 122 എത്രാമതാണെന്നുള്ളത് നോക്കി, എത്രാമവന് 25. അപ്പോൾ അതും ക്ലിയർ ആയി. നെക്സ്റ്റ് എന്താ? സം ഓഫ് 25 ടൈംസ്, ദാറ്റ് മീൻസ് S25. നമുക്ക് 2 ഫോർമുല ഉണ്ട് അല്ലേ. 2 ഫോർമുല ഉണ്ട്. ഞാനിപ്പോൾ ചെയ്യാൻ പോകുന്നത് അതിനുള്ളിൽ രണ്ടാമത്തെ ഫോർമുലയാണ്. n/2 × x1 + xn. ഈ ഫോർമുലയാണ് യൂസ് ചെയ്യുന്നത്. ഇവിടെ n എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് ടൈംസ്. അപ്പോൾ നമുക്ക് എത്ര ടൈംസിന് സമം വേണ്ടത്? 25. അപ്പോൾ n ഏതാണ്ട് ഇവിടെ ഇപ്പം നോക്കിക്കേ, x1 + xn എന്നുള്ളത് എത്രയാണ് മാറും? 25. കാരണം നമുക്ക് വേണ്ട എത്ര? 25 ടൈംസാണ്. അപ്പോൾ എന്നിൻ്റെ പ്ലേസിൽ 25. അപ്പോൾ ഞാൻ ഈ n 25 കൊടുക്കുമ്പോൾ 25/2 × x1 + x25. ഓക്കെ, xn എന്ന് പറയുമ്പോൾ x25 ആണ്. കാരണം 25 ടൈംസ് മതി. അപ്പോൾ ലാസ്റ്റ് ടൈം 25 ആണ്.
ദാറ്റ് ഈസ് ഈക്വൽ ടു 25/2 ഇൻറ്റു x1 എത്ര മോനെ ഇതുണ്ട് ഇവിടെ 2 ഉണ്ട് ഓക്കെ ആണല്ലോ പ്ലസ് x25 എത്ര ഇപ്പോൾ കിട്ടിയത് നോക്കിക്കേ x25 ഇവിടെ x25 നിങ്ങൾക്ക് x25 എത്രയെന്ന് അറിയാമോ മോനെ ഇവിടെ n എത്ര എന്നാണ് കിട്ടിയത് 25 ഏത് ടൈമിൽ ചെക്ക് ചെയ്തപ്പോഴാണ് 122 അപ്പോൾ 122 എന്ന് പറഞ്ഞാൽ എത്രാമത്തെ ടൈം ആയിരുന്നു എന്ന് ഞാൻ പറഞ്ഞത് 25ാമത്തെ ടൈം അപ്പോൾ തിരിച്ചു പറഞ്ഞാൽ 25ാമത്തെ ടൈം 122 ആണ് കണ്ടോ അപ്പോൾ ക്വസ്റ്റ്യന് നല്ല അടിപൊളിയായിട്ടുള്ള രീതിയാണ് വന്നേക്കുന്നത് x25 പകരം നിങ്ങൾക്ക് ആയിരുന്നു കൊടുക്കാം 122 ഓക്കെ ആൻസർ വരുമ്പോൾ 25/2 ഇൻറ്റു 124 ഉണ്ടല്ലോ 122 + 2 124 കട്ട് ചെയ്യുമ്പോൾ 62 അപ്പോൾ 25 ഇൻറ്റു ആരാ വേണ്ടത് 62 അത് ചെയ്യാനുള്ള ഒരു എളുപ്പവഴി നോക്കാം 62 അല്ലേ നിങ്ങൾ 60 എന്ന് കണക്ക് കൂട്ടിയാൽ 6 × 5 എത്ര നോക്കി 6 × 5 എത്രയാണ് 30 150 എന്ന് കിട്ടും ഒരു 0 ഇത്രയാണ് 25 × 60 ഓക്കെ പക്ഷെ നമുക്ക് 62 ആയിരുന്നു മോനെ അപ്പോൾ ഒരു 25ൻ്റെ ഒരു ഡബിൾ എടുത്താൽ മതി 50 കൂടെ എടുത്താൽ മതി കേട്ടോ ഓക്കെ 1550 നിങ്ങൾ ചെയ്ത് നോക്കിക്കോ ഞാനൊരു മറ്റൊരു വഴി കാണിച്ചതേ ഉള്ളൂ ഓക്കെ അപ്പോൾ നല്ല ഒരു ക്വസ്റ്റ്യനാണ് ഇങ്ങനത്തെ ഇത് വേണം ചെയ്ത് പഠിക്കാൻ മാക്സിമം എല്ലാവരും ഷെയർ ചെയ്യുമല്ലോ എല്ലാവരും അടിപൊളിയായിട്ട് പഠിക്കുക ക്ലാസ്സുകൾ ഇനി ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും മാക്സിമം ഷെയർ ചെയ്ത് നമ്മുടെ ചാനൽ എല്ലാവരും ഫോളോ ചെയ്തേക്കണം നിങ്ങൾക്ക് പബ്ലിക് എക്സാം ആകുമ്പോൾ സൂപ്പറായിട്ടുള്ള മെത്തേഡ് സിമ്പിളായിട്ടുള്ള പ്രോബ്ലംസുകളെല്ലാം സിമ്പിളായിട്ട് എല്ലാ ക്വസ്റ്റ്യൻസുകളും ചെയ്തുള്ള ക്ലാസ്സുകളായിരിക്കും ഓക്കെ അപ്പോൾ എല്ലാവരും പിന്നെ ജോയിൻ ചെയ്യുന്നെങ്കിൽ ഉടൻ തന്നെ ജോയിൻ ചെയ്യാം ഒട്ടും സമയം കളയേണ്ട എത്രയും വേഗം നമുക്ക് ജോയിൻ ചെയ്താൽ അത്രയും വേഗം നമുക്ക് പഠിച്ചു തുടങ്ങി ഫുൾ മാർക്കിൽ എത്താൻ പറ്റും ഓക്കെ ഗുഡ് ബൈ